Hi friends, Lalys വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ബോഡി എങ്ങനെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, എങ്ങനെ വെയിറ്റ് കൂടാതെ, വണ്ണം കൂടാതെ, എങ്ങനെ ഏജ് കൂടുതൽ തോന്നിക്കാതെ എങ്ങനെ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ്. ഇത് നിങ്ങൾക്കൂടെ ഉപകാരപ്രദമായി കൊള്ളട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പലരും എന്നോട് ചോദിച്ച ഒരു ചോദ്യങ്ങളാണ്, എങ്ങനെ മേഡം അന്നും എന്നും ഇതുപോലെ ഈ ഒരു വണ്ണത്തിൽ എങ്ങനെ കീപ്പ് ചെയ്യുന്നു എന്നതിനൊരു മറുപടിയുമാണ്. അതിനു മുമ്പേ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും അഡ്രസ്സിന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് 3 കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്നത് വെയിറ്റ് കൂടാതിരിക്കുക, വണ്ണം കൂടാതിരിക്കുക, അതുപോലെ തന്നെ വേറെ ഏജ്. ഇതിനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏകദേശം നല്ലൊരു സ്മാർട്ടായിട്ട് നല്ലൊരു ബോഡി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ പങ്ക് വഹിക്കുന്നതാണ് ഫുഡിൻ്റെ കാര്യത്തിൽ. ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ സ്ട്രിക്റ്റാണ്. അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ടൈമിൽ കഴിക്കുക, 7-8 മണിക്ക് മുമ്പ് കഴിക്കുക. ഉച്ചയ്ക്കത്തെ ആഹാരം 1 മണിക്ക് മുമ്പ് നമ്മൾ കഴിച്ചിരിക്കണം. അതുപോലെ വൈകിട്ടത്തെ ആഹാരം നമ്മൾ കഴിക്കും. പലരും കഴിക്കുന്നത് 9-10 മണി അല്ലെങ്കിൽ 11 മണിയൊക്കെ ആകുമ്പോഴേ കഴിക്കും. അത് നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. എപ്പോഴും രാത്രി ഡിന്നർ കഴിക്കുമ്പോൾ 7-8 മണിക്കകം നമ്മൾ കഴിച്ചിരിക്കണം. പിന്നെ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ്. പകലത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ഫുൾ വയറ് നിറയത്തോണം കഴിക്കരുത്. ഒരു 1/4 വയറ് നിറയും, അങ്ങനെ കഴിക്കാൻ പാടുള്ളൂ. രാത്രിയിലത്തെ പ്രത്യേകിച്ചും അര വയറ് നിറയാൻ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. കഴിവതും ഒക്കുന്നെങ്കിൽ ഡിന്നർ നമ്മൾ സാലഡ് ആക്കിയാൽ ഭംഗിയായിരിക്കും. കഴിക്കാൻ പറ്റുന്നവർക്ക് സവാള അല്ലെങ്കിൽ ടൊമാറ്റോ, പിന്നെ കുക്കുംബർ, ക്യാബേജ് ഇതൊക്കെ ഇട്ടൊരു സാലഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ലഭിക്കും. അതിൻ്റെ കൂടെ ക്യാരറ്റ് ഇതൊക്കെ ഉൾപ്പെടുത്തി രാത്രിയിലത്തെ ഡിന്നർ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടിയ പ്രോട്ടീൻ നമുക്ക് ലഭിക്കുകയും ചെയ്യും. എന്നാൽ വണ്ണം ഒരുപാട് വെക്കുകയും ഇല്ല. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള നമ്മൾ ഏറ്റവും ധാരാളം നമ്മൾ ചോറ് കഴിക്കുന്നത്, ഇത് കഴിക്കുന്നത് വളരെ വണ്ണം വയ്ക്കാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. ആയുർവേദത്തിൽ പറയുന്നത് നമ്മൾ ചോറ് 1 സ്പൂൺ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ചോദിക്കും നമുക്ക് വയറ് നിറയുമോ? അതിന് പകരം നമ്മൾ അതിൻ്റെ കൂടെയുള്ള വെജിറ്റബിൾസ് ഒക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിക്കുമ്പോൾ നമ്മുടെ വയറ് നിറയും. ചോറ് കുറയ്ക്കും. ചോറ് കുറയ്ക്കുന്നതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. വണ്ണവും വയ്ക്കത്തില്ല. അതുകൂടാതെ കൊളസ്ട്രോളിൽ LDL ഏറ്റവും പന്ന ഒരു കൊളസ്ട്രോളാണ് LDL. ഇത് കൂടാൻ വളരെയേറെ ചാൻസസ് ഉള്ളതാണ് ഈ ചോറ്. അത് കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത് വണ്ണം കൂടുതൽ തോന്നിക്കുന്നതിന് ഈ ഭക്ഷണക്രമം തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മൾ കഴിവതും പെണ്ണുങ്ങൾ ഈ വേസ്റ്റ് ആക്കാൻ ഭക്ഷണങ്ങൾ വേസ്റ്റ് ആക്കാൻ മനസ്സ് വരുന്നത്. അപ്പോൾ കൊച്ചുങ്ങളൊക്കെ കഴിച്ചതിൻ്റെ ബാക്കി വരുമ്പോൾ നമ്മളത് കഴിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും വണ്ണം കൂടും. അങ്ങനെ കഴിക്കാൻ പാടില്ല. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കഴിവതും വറുത്ത സാധനങ്ങൾ അവോയ്ഡ് ചെയ്യും. എന്ന് വെച്ചാൽ മെഴുക്കുവരട്ടി, ഇപ്പോൾ മീൻ വറുത്തത്, ഇറച്ചി വറുത്തത്, ഇതൊക്കെ കഴിവതും ഒഴിവാക്കും. അതുപോലെ തന്നെയാണ് ചിപ്സ്, ഇങ്ങനെയുള്ള എണ്ണ ഐറ്റംസ് മൊത്തം കഴിവതും മാക്സിമം ഒഴിവാക്കും. ബോഡി നമ്മൾ കീപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അതുപോലെ മറ്റൊന്നാണ് നല്ലൊരു പങ്ക് വഹിക്കുന്ന ഡ്രസ്സിൻ്റെ കാര്യത്തിൽ. വണ്ണം തോന്നിക്കാതെ ഇരിക്കാൻ ഡ്രസ്സിൻ്റെ കാര്യം നല്ലൊരു പങ്കുണ്ട്. നമ്മൾ വണ്ണമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ വലിയ ഡിസൈനുള്ള ഡ്രസ്സസ് സെലക്ട് ചെയ്യും. അതിൻ്റെ ഡിസൈൻ വന്നിട്ട് വലിയ ഡിസൈനുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. സാരി ആയാലും ചുരിദാർ ആയാലും എടുക്കുമ്പോൾ വലിയ ഡിസൈൻ സെലക്ട് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ സ്ട്രൈപ്സുകൾ, ഹൊറിസോണ്ടൽ ടൈപ്പിലുള്ള സ്ട്രൈപ്സുകൾ യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ വണ്ണം ഒന്നും കൂടെ തോന്നിക്കും. സ്ട്രൈപ്സുകൾ നേരെ താഴോട്ടുള്ള ലൈനിങ് ഉള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്താൽ വണ്ണം കുറവായിട്ട് തോന്നിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെ ഒന്നുള്ളത്, വണ്ണമുള്ള ആൾക്കാർ കോളറുള്ള ചുരിദാറുകൾ ഇടാതിരിക്കുക. അപ്പോൾ ഒന്നും കൂടെ വണ്ണം തോന്നിക്കും. അവർ കൂടുതലും കഴുത്ത് ഇറക്കി തയ്ച്ചിരുന്ന ടോപ്പുകളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കാനുള്ളത്, കൂടുതൽ ടൈറ്റായിട്ടുള്ള ടോപ്പുകൾ ഉപയോഗിക്കാതിരിക്കും. ലൂസായിട്ടുള്ള ടോപ്പുകൾ ഉപയോഗിക്കും. ലൂസായിട്ടുള്ള ടോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ ലൂസായിട്ടുള്ള പാൻറ്റും ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഏജ് കൂടുതൽ തോന്നും, ഒത്തിരി വണ്ണവും കൂടുതൽ തോന്നും. 2 കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ ലൂസ് ടോപ്പ് ഇടുമ്പോൾ നമ്മൾ ബോട്ടം വന്നിട്ട് ചുരി പാൻറ്റോ ലെഗിൻസോ ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ തൂക്കം കിട്ടും. എന്നാൽ ടൈറ്റുള്ള ടോപ്പുകൾ ഉപയോഗിക്കാം. ടൈറ്റുള്ള ഇറക്കം കുറഞ്ഞ ടോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ വീണ്ടും ചുരി പാൻറ്റോ ലെഗിൻസോ ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ കൂടെ ലൂസ് പാൻറ്റുകൾ ഉപയോഗിക്കും. അപ്പോഴും നമ്മുടെ ബോഡിക്ക് നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാവും. ഓക്കെ,
ഇങ്ങനെ ഈ ഡ്രസ് സെലക്ട് ചെയ്യുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കും. സാരി ഉടുക്കുന്നവരോടൊന്ന് പറയാനുള്ളത്, ബ്ലൗസ് തയ്ക്കുമ്പോൾ വണ്ണമുള്ളത് ബ്ലൗസ് തയ്ക്കുമ്പോൾ കൈ ഇറക്കം കുറഞ്ഞ കൈ തയ്ക്കാൻ പാടില്ല. അപ്പോൾ ഒന്നും കൂടെ വണ്ണം തോന്നിക്കും. അപ്പോൾ നമ്മൾ മുട്ടിൻ്റെ അവിടെ വരെയുള്ള ഇറക്കമുള്ള കൈ ഇറക്കമുള്ള ബ്ലൗസുകളെ സാരി ബ്ലൗസ് ഉപയോഗിക്കാം. കഴിവ് ചുരിദാർ ഇടുന്നവർ 3/4 കൈയുള്ള ചുരിദാർ ഇടുന്നവർ വണ്ണമുള്ളവർക്ക് നല്ലത്. ചെറിയ കൈയെക്കാട്ടിലും ഭംഗി 3/4 കൈകളാണ്. അപ്പം വണ്ണം ഇച്ചിരി ഒതുങ്ങിയായിട്ട് തോന്നിക്കുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഏജ് കൂടുന്നതിൽ പിന്നെ നമ്മൾ ഹെയർ സ്റ്റൈലിന് നല്ലൊരു പങ്കുണ്ട്. ഏത് ഹെയർ സ്റ്റൈൽ ആർക്കും ചേരും എന്ന് പറ്റത്തില്ല. അത് നമ്മൾ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ വണ്ണമുള്ള ആൾക്കാർ അത് ഫേസ് അനുസരിച്ചാണ്. ഫേസ് ലോങ് ഫേസ് ആണെങ്കിൽ അവർക്ക് വീണ്ടും ഹംപ് ചെയ്ത് മുടി ചെയ്യുന്നത് നല്ലതല്ല. അതൊന്നും കൂടെ ഫേസ് വലുതായിട്ട് തോന്നിക്കും. അവർ ചെയ്യേണ്ടത് സൈഡ് ഡിവിഷൻ എടുത്ത് സൈഡിലോട്ട് ചുറ്റി മുടി ഇങ്ങനെ പുറകിലോട്ട് ഒതുക്കുകയാണ് ചെയ്യേണ്ടത്. റൗണ്ട് ഫേസ് ഉള്ളവർക്ക് ഹമ്പ് കുറച്ച് വയ്ക്കാം, പിന്നെ അത് ചെയ്യുകയും ചെയ്യാം. അതുകൂടാതെ റൗണ്ട് ഫേസ് നെറ്റ് കൂടുതലുള്ളവർ സൈഡ് ഡിവിഷൻ എഴുതിയ ശേഷം ഇവിടെ കുറച്ച് നെറ്റ് കുറയ്ക്കത്തക്ക രീതി ഫ്രണ്ടിലോട്ട് സൈഡ് ചീകി വേണം ഹെയർ സ്റ്റൈൽ ചെയ്യാൻ. അപ്പോൾ അവരുടെ ആ ഒരു ഫേസ് നല്ല ചെറുതായിട്ട് തോന്നിക്കും. അതുപോലെ ഏജ് ഒരു കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ മേക്കപ്പിലല്ല നമ്മളുടെ ഏജ് നമ്മുടെ ബോഡി നല്ലതായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഇതേപോലുള്ള ഡ്രസ്സിൻ്റെ കാര്യത്തിലും ഇങ്ങനെയുള്ള ഫുഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി സ്ട്രക്ചർ പാടെ നമ്മുടെ മാറും. ഇതൊക്കെ ചെയ്താൽ നല്ലൊരു ബോഡി സ്ട്രക്ചർ നമുക്ക് ലഭിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.